എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്താണെന്ന് നോക്കാം. +1 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. എന്താണെന്ന് നോക്കാം. റിലേറ്റീവ് വെലോസിറ്റി, നമ്മളൊരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ബസ്സിൽ പോകുന്നു. നമ്മൾ പോകുന്ന റോഡിൻ്റെ പാരലായിട്ട് മറ്റൊരു റോഡ് ഉണ്ടെന്ന് വെക്കുക. ആ റോഡിലൂടെയും ഇതേ ഡയറക്ഷനിൽ ഒരു ബസ് പോകുന്നു. ആ പോകുന്ന ബസ്സിന് അത്ര സ്പീഡുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല, അല്ലേ? അത് സാവധാനം പോകുന്നതായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. എന്നാൽ നമ്മൾ പോകുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റാണ് അടുത്ത ബസ് വരുന്നതെങ്കിലോ നല്ല സ്പീഡിൽ നമ്മൾ ക്രോസ് ചെയ്തതായിട്ട് ഫീൽ ചെയ്യും. അവിടെയൊക്കെ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഒബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ഒബ്ജക്റ്റിന് എത്ര വെലോസിറ്റി ഉണ്ട്, അതാണ് റിലേറ്റീവ് വെലോസിറ്റി. Then relative velocity means it is the velocity of an object related to another object. ഒരു ഒബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ഒബ്ജക്റ്റിന് എത്ര വെലോസിറ്റി ഉണ്ട്, അതിനെയാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ മോഷനെ കുറിച്ച് പറഞ്ഞത് റെസ്റ്റിലിരിക്കുന്ന ഒരാൾ ഒരു മോഷൻ ഒബ്സർവ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. എന്നാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു മോഷൻ ഒബ്സർവ് ചെയ്താൽ എങ്ങനെയിരിക്കും, അതിനെക്കുറിച്ച് നമ്മൾ വിശദമാക്കണമെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി മറ്റൊരു ഒബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതിനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയും. റിലേറ്റീവ് വെലോസിറ്റി നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. രണ്ട് ഒബ്ജക്റ്റുകൾ എയും ബിയും, അതായത് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും സൈക്കിളിൽ പോവാണ്. നിങ്ങളാണ് എ, നിങ്ങളുടെ ഫ്രണ്ടാണ് ബി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് എത്ര വെലോസിറ്റി ഉണ്ട്, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആരാണ്? ബി. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, അതായത് ഫ്രണ്ടിന്റെ വെലോസിറ്റി ഞാനുമായി റിലേറ്റ് ചെയ്യുമ്പോൾ എത്രയുണ്ട്, അതിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ആരുടെയാണ് വെലോസിറ്റി? നമ്മുടെ ഫ്രണ്ടിനെ ഞാൻ ബി എന്ന് വിളിച്ചു, അല്ലേ? നമ്മളാണ് എ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, വി ബി എ എന്നാണ് എഴുതുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ. അപ്പൊ ആരുടെയാണോ വെലോസിറ്റി നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്, അയാളുടെ വെലോസിറ്റി ആദ്യം വന്നു, മൈനസ് ആരാണോ ഒബ്സർവ് ചെയ്യുന്നത് അയാളുടെ വെലോസിറ്റി വി എ, ദെൻ വി ബി മൈനസ് വി എ. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ആ ഫ്രണ്ട് നിങ്ങളുടെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഫ്രണ്ടാണ് ബി, നമ്മളാണ് എ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, അല്ലെ? ബി നോക്കുമ്പോൾ എക്ക് എത്ര വെലോസിറ്റി ഉള്ളതായിട്ട് തോന്നുന്നു, അതാണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പം റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബിയുടെ ഇക്വേഷൻ വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി. എയുടെ വെലോസിറ്റി മൈനസ് ബിയുടെ വെലോസിറ്റി. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഈ കേസിൽ കണ്ടുപിടിച്ചത് എയുടെ വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി. അതായത് നമ്മളിപ്പോൾ ഒരു കാറിൽ പോന്നു, കാറിന്റെ വെലോസിറ്റി ഇത്രയാണ്, 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മളൊരു ബസ് മൂവ് ചെയ്യുന്ന കാണുന്നു, ആ ബസ്സിന്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ കാറുമായി റിലേറ്റ് ചെയ്യുമ്പോൾ ബസ്സിന് എത്ര വെലോസിറ്റി ഉണ്ട്, കാരണം രണ്ടുപേരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ബസ് മൈനസ് വെലോസിറ്റി ഓഫ് കാർ എന്ന് ചെയ്താൽ മതി. ഇനി ബസ്സിലിരുന്ന് ഡ്രൈവർ നമ്മുടെ കാർ നോക്കുകയാണ്, ബസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ കാറിന് എത്ര വെലോസിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ തിരിയും, വെലോസിറ്റി ഓഫ് കാർ മൈനസ് വെലോസിറ്റി ഓഫ് ബസ്. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി മറ്റൊരാളുമായി റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ എത്രയുണ്ട്, അതിനെയാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്ത കേസുകളിലെല്ലാം റെസ്റ്റിലിരിക്കുന്ന ഒരാളായിരിക്കും മോഷൻ ഒബ്സർവ് ചെയ്യുന്നത്, എന്നാൽ രണ്ടുപേരും മൂവ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ എടുത്താലേ കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടൂ. അതുപോലെ തന്നെ ഇപ്പം ഒരു ബസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്, അതിന്റെ പുറകിന് ഒരു മോട്ടോർ ബൈക്ക് പോകുന്നു, അല്ലേ? അപ്പോൾ എത്ര സമയം കഴിയുമ്പോൾ ഈ മോട്ടോർ ബൈക്കിന് ബസ്സിനെ ഓവർടേക്ക് ചെയ്യാം, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ റിലേറ്റീവ് വെലോസിറ്റി അറിയണം. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണെങ്കിൽ വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണെങ്കിൽ വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി. അപ്പോൾ ആരുടെ വെലോസിറ്റി ആണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട അയാളുടെ വെലോസിറ്റി ഫസ്റ്റിൽ വരണം. ആർക്കനുസരിച്ചാണോ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കേണ്ട അയാളുടെ വെലോസിറ്റി സെക്കൻഡിൽ വന്നു. അപ്പോൾ അതാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് വെലോസിറ്റിയെ കുറിച്ച് അല്പം കൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് എ ബി രണ്ട് ഒബ്ജക്റ്റുകളാണ്, അല്ലെങ്കിൽ എ നിങ്ങളും ബി നിങ്ങളുടെ ഫ്രണ്ടും, രണ്ടുപേരുടെ രണ്ട് സൈക്കിളിൽ ഇങ്ങനെ പോവാണ്.
രണ്ടുപേരും നോർത്തിലേക്കാണ് സൈക്കിൾ ചവിട്ടി പോകുന്നത്. രണ്ടുപേരുടെയും വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് എത്ര വെലോസിറ്റി ഉണ്ട്? നിങ്ങളുടെ ഫ്രണ്ടാണ് ബി. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ അല്ലേ? ദെൻ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടായ ബിയുടെ വെലോസിറ്റി 5 ആണ്, മൈനസ് നമ്മളുടെ വെലോസിറ്റി 5 ആണ്, ദെൻ 0 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളുമായി റിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് വെലോസിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴേ എപ്പോഴാണ് വെലോസിറ്റി ഇല്ലാതായി പോയത്? അതായത് അയാൾ മൂവ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യും, അയാൾ റെസ്റ്റിലാണെന്ന് നമുക്ക് തോന്നും. കാരണം എന്താണ്? നമ്മൾ നോക്കുമ്പോഴെല്ലാം നമ്മളോടൊപ്പം അയാൾ സൈക്കിൾ ചവിട്ടി കൂടെയുണ്ട്. അപ്പം നമ്മളുമായി റിലേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ പൊസിഷൻ മാറുന്നില്ല. അതുകൊണ്ട് നമുക്ക് അയാൾ റെസ്റ്റിലാണെന്നുള്ളൊരു ഫീൽ വരും. അതായത് ഒരേ വെലോസിറ്റിയിൽ രണ്ട് ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യുമ്പോൾ അവരുടെ റിലേറ്റീവ് വെലോസിറ്റി 0 ആവും. ഒരാളെ അനുസരിച്ച് മറ്റൊരാൾ റെസ്റ്റിലാണെന്ന് അയാൾക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അതായത് എയും ബിയും, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും, നിങ്ങൾ സൈക്കിൾ ചവിട്ടുന്നത് നോർത്തിലേക്കാണ്, വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. അതേസമയം നിങ്ങളുടെ ഫ്രണ്ട് സൗത്തിലേക്ക് സൈക്കിൾ ചവിട്ടി വരുന്നു. അപ്പോൾ നോർത്തിലേക്കുള്ള വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ സൗത്തിലേക്കുള്ള വെലോസിറ്റി നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് അതിനെ -5 മീറ്റർ പെർ സെക്കൻഡ് എഴുതി. അങ്ങനെയാണെങ്കിൽ ഒരാൾ നോർത്തിലേക്ക് പോകുന്നു, ഒരാൾ അതിന് ഓപ്പോസിറ്റ് സൗത്തിലേക്ക് വരുന്നു അല്ലേ? ഇതിന്റെ റിലേറ്റീവ് വെലോസിറ്റി എന്താണ്? അതായത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അതായത് നമ്മൾ ബി എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ടിന്റെ സൈക്കിളിൽ നോക്കുമ്പോൾ നമുക്ക് എത്ര വെലോസിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു, അതാണ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ. വെലോസിറ്റി ഓഫ് ബി -5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, മൈനസ് വെലോസിറ്റി ഓഫ് എ 5 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ -10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളുടെ ഫ്രണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ -10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതായിട്ടാണ്. എന്താണ് നെഗറ്റീവ് വെലോസിറ്റി? നമ്മൾ പോകുന്ന ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. നമ്മളിപ്പം പോകുന്നത് നോർത്തിലേക്കാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് അതിന് ഓപ്പോസിറ്റ് സൗത്തിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് സൈൻ കാണിക്കുന്ന അയാൾ സൗത്തിലേക്ക് മൂവ് ചെയ്യുന്നു എന്നാണ്. അതായത് നമ്മൾ പോകുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഫ്രണ്ട് മൂവ് ചെയ്യുന്നെങ്കിൽ അവൻ മാക്സിമം വെലോസിറ്റിയിൽ ക്രോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും അയാളുടെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മുടെ വെലോസിറ്റിയും കൂടെ അയാൾക്കുള്ളതായിട്ട് തോന്നും, ഫീൽ ചെയ്യും. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ആ ഒബ്ജക്റ്റിനുള്ളതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടാണ് രണ്ട് ബസ്സുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ നല്ല സ്പീഡിൽ ക്രോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കാരണം. ഇതുപോലെ മറ്റൊരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. എയും ബിയും രണ്ട് സൈക്കിളിൽ ഇങ്ങനെ പോവാണ്, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട് സൈക്കിളിൽ പോവാണ്, ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. എന്നാൽ നിങ്ങൾ പോകുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലും നിങ്ങളുടെ ഫ്രണ്ട് പോകുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലുമാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളെക്കാളും സ്പീഡിൽ നിങ്ങളുടെ ഫ്രണ്ട് മൂവ് ചെയ്യാണ്, അപ്പം നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ടിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ. അതായത് ബിയുടെ വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡും എയുടെ വെലോസിറ്റി 10ഉമാണ്. ദെൻ 15 - 10 5 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അതായത് നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ ശരിക്കും പോകുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ്. എന്നാൽ നമുക്ക് തോന്നുന്നത് അയാൾക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉള്ളൂ എന്നാണ്. കാരണം എന്താണ്? നമ്മളും അവനോടൊപ്പം ട്രാവൽ ചെയ്യാണ്. കാരണം നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ട്, അയാൾക്ക് 15 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ട്. അപ്പം നമ്മളുമായി റിലേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് എത്രയേ ഉള്ളൂ? കൂടുതൽ, 5ന്റെ കൂടുതലല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ നോക്കുമ്പോൾ അയാൾക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ടെന്നേ തോന്നും അല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത് റിലേറ്റീവ് വെലോസിറ്റി. അങ്ങനെയാകുമ്പോൾ നമ്മളെക്കാളിലും വെലോസിറ്റി കൂടിയ ഒബ്ജക്റ്റുകൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഈ ഓവർടേക്ക് ചെയ്തു പോയ നിങ്ങളുടെ ഫ്രണ്ട് നോക്കുമ്പോൾ നിങ്ങളുടെ വെലോസിറ്റി എങ്ങനെ ഫീൽ ചെയ്യും? അതാണ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ആരുടെയാണ് വെലോസിറ്റി? നമ്മളാണ് എ. വിത്ത് റെസ്പെക്ട് ടു ആരാണ്? നമ്മുടെ ഫ്രണ്ട്. ദെൻ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഇതിന്റെ ഇക്വേഷൻ ഇതേ ഉള്ളൂ, വി എ മൈനസ് വി ബി. വി എ മൈനസ് വി ബി. ദെൻ വെലോസിറ്റി ഓഫ് എ 10 മൈനസ് velocity of B 50, then -5 meter per second.
നോക്കിക്കേ, വെലോസിറ്റി നെഗറ്റീവായി. അതായത് നമ്മൾ ശരിക്കും നോർത്തിലേക്കാണ് പോകുന്നത്, നമ്മുടെ വെലോസിറ്റി പോസിറ്റീവാണ്. പക്ഷെ നമ്മുടെ ഫ്രണ്ട് നോക്കിയപ്പോൾ നമ്മുടെ വെലോസിറ്റി നെഗറ്റീവായി. അതിന് കാരണം എന്താണ്? കാരണം നമ്മൾ മുന്നോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ, നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിൽ മുന്നോട്ട് പോകുമ്പോൾ സൈഡിലുള്ള മരങ്ങളൊക്കെ പുറമോട്ട് ഓടുന്നതായിട്ടല്ലേ ഫീൽ ചെയ്യുന്നത്? എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് 15 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയിൽ നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് കടന്നുപോയി. അപ്പോൾ അയാൾ നോക്കുമ്പോൾ നിങ്ങൾ പുറമോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. കാരണം നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് അയാൾ പോകുമ്പോൾ നമ്മൾ പിന്നിലാണെന്നല്ലേ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ നോർത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സൗത്തിലേക്കാണ് വെലോസിറ്റി എന്ന് അയാൾക്ക് തോന്നും. അതാണ് ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി എന്ത് വന്നത്? -5 മീറ്റർ/സെക്കൻഡ് എന്ന് വന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയാണ് റിലേറ്റീവ് വെലോസിറ്റി. അതിന് സിമ്പിൾ ഇക്വേഷൻ ആണ്. ആരുടെയാണോ വെലോസിറ്റി നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്, അയാളുടെ വെലോസിറ്റി ആദ്യം എഴുതുക. ആർക്കനുസരിച്ചാണോ നിങ്ങൾക്ക് ഇത് വേണ്ടത്, അയാളുടെ വെലോസിറ്റി രണ്ടാമത് എഴുതുക. രണ്ടും കൂടെ മൈനസ് ചെയ്താൽ നമുക്കിതിന്റെ ആൻസർ കിട്ടും. റിലേറ്റീവ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 കേസുകൾ കൺസിഡർ ചെയ്യാം. ദെൻ കേസ് 1, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു കാറും ഒരു ബസ്സും, രണ്ടുപേരുടെയും വെലോസിറ്റി 5 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇവർക്കിടയിൽ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതായത് ബസ്സിനേക്കാളും 10 മീറ്റർ പുറകിലായിരുന്നു കാർ. അങ്ങനെയാണെങ്കിൽ ഇവർ ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എപ്പോഴും എത്ര തന്നെയായിരിക്കും? 10 മീറ്റർ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റുകളുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, അപ്പോൾ യൂണിഫോം വെലോസിറ്റിയാണ്. യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്നാൽ ഈ ഒബ്ജക്റ്റിനേക്കാളും അല്പം മുന്നിലാണ് ഈ ഒബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിനെ ഞാൻ എ എന്ന് വിളിച്ചു, ഈ ഒബ്ജക്റ്റിനെ ബി എന്ന് വിളിച്ചു, അല്ലേ? അപ്പോൾ ഇത് എയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. യൂണിഫോം മോഷൻ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് ബിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്, അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷെ ഇവർ തമ്മിൽ ഒരു 10 മീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലേ? അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്, അല്ലേ? അപ്പൊ അതാണ് ഇതിന് മുകളിൽ വന്നത് ഈ ഗ്രാഫ്, അല്ലേ? അപ്പൊ എവിടെ നോക്കിയാലും ഇവർ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് കാണും? 10 മീറ്ററിന്റെ ഡിസ്റ്റൻസ് കാണും. അപ്പോൾ ഈ രണ്ട് ലൈൻസും എപ്പോഴും പാരലായിരിക്കും. അപ്പോൾ സെയിം വെലോസിറ്റിയിൽ പോകുന്ന രണ്ട് ഒബ്ജക്റ്റുകൾ, അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് വരച്ചിരിക്കുന്നത്. രണ്ടിന്റെയും കൂടെ ഒറ്റ ഗ്രാഫിൽ വരച്ചിരിക്കുകയാണ്. അതായത് രണ്ടും പാരലൽ ലൈൻസ് ആയിരിക്കും, അല്ലേ? കാരണം എന്താണ്? എപ്പോഴും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും, അല്ലേ? നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ടുപേരുടെയും പൊസിഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ഒറ്റ വര വരച്ചാൽ മതി. ഇത് രണ്ട് ഒബ്ജക്റ്റുകളാണ്, ഇവർ തമ്മിൽ അല്പം അകലമുണ്ട്, പക്ഷെ ഇവർ ഒരേ വെലോസിറ്റിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള അകലം എപ്പോഴും എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഈ ലൈനും എന്തായിട്ട് വന്നത്? പാരലായിട്ട് വന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ 10 മീറ്റർ ആണെങ്കിൽ ഇവിടെ 10 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 10 മീറ്റർ ആയിരിക്കും. ഇതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട്. അപ്പോൾ രണ്ടും ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരുടെ റിലേറ്റീവ് വെലോസിറ്റിയും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് അടുത്തത് കേസ് 2 ആണ്. രണ്ടാമത്തെ കേസ് VA ഈസ് ഗ്രേറ്റർ ദാൻ VB. അതായത് രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ തന്നെ പോവാണ്. എയുടെ വെലോസിറ്റി കൂടുതലും ബിയുടെ വെലോസിറ്റി കുറവുമാണ്, അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കാണിക്കുന്നത് വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കൂടിയാടെ ഗ്രാഫിന് കൂടുതൽ സ്ലോപ്പ് കാണും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിവ്, അല്ലേ? ഇതിപ്പം ചരിഞ്ഞിട്ടില്ല, ഇതിനിപ്പോൾ ചരിവുണ്ട്, അല്പം ചരിവുണ്ട്, ഇപ്പോഴും ഒത്തിരി ചരിഞ്ഞു. ഇതെങ്ങനെയാണ് സ്ലോപ്പ് പോകുന്നത്? അപ്പോൾ ഈ ആംഗിളിനനുസരിച്ചാണ് സ്ലോപ്പ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സ്ലോപ്പ് ഇല്ല, ഇപ്പോൾ സ്ലോപ്പ് അല്പമുണ്ട്, ഇപ്പോൾ കൂടുതൽ സ്ലോപ്പ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സ്ലോപ്പ് കൂടിക്കൂടി പോകുന്നത്. ഈ ആംഗിളാണ് സ്ലോപ്പിനെ തീരുമാനിക്കുന്നത്. ഇവിടെ വരുന്ന ഈ ആംഗിളാണ് സ്ലോപ്പിനെ തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ഗ്രാഫിന് സ്ലോപ്പ് കൂടുതലാണ്, എന്ന് പറഞ്ഞാൽ എക്ക് വെലോസിറ്റി കൂടുതലാണ്. ബി എന്ന് പറയുന്ന ഗ്രാഫിന് അത്ര സ്ലോപ്പ് ഇല്ല, എന്ന് പറഞ്ഞാൽ ബിക്ക് വെലോസിറ്റി കുറവാണ്. അപ്പോൾ എക്ക് വെലോസിറ്റി കൂടുതലാണ്, ബിക്ക് വെലോസിറ്റി കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എയും ബിയും കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ എ ബിയെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകും, അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് പിന്നാലെ നിങ്ങളെക്കാളും സ്പീഡിൽ നിങ്ങളുടെ ഫ്രണ്ട് ട്രാവൽ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ ഇങ്ങനെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് ടാറ്റയൊക്കെ തന്നങ്ങ് പാസ് ചെയ്തു പോകും, ഇല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ
എ എന്ന് പറയുന്ന ബസ്സിന് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് സ്പീഡ് കൂടുതലായതുകൊണ്ട്, വെലോസിറ്റി കൂടുതലായതുകൊണ്ട് അത് ബി എ ഓവർടേക്ക് ചെയ്ത് കടന്നുപോയി. ഏത് ടൈമിലാണ് എ ബി എ ഓവർടേക്ക് ചെയ്തത്? അതായത് ഈ രണ്ട് എയും ബിയും, ഈ രണ്ട് ഗ്രാഫുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ ടൈം, ആ ടൈമിലാണ് എ ബി എ ഓവർടേക്ക് ചെയ്തത്. എവിടെ വെച്ചാണ്? ഏത് പൊസിഷനിൽ വെച്ചാണ്? പൊസിഷൻ ഇവിടെയാണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിന് നേരെ ഇങ്ങോട്ട് ഇട്ട് നോക്കി കഴിഞ്ഞാൽ, ഡോട്ടഡ് ലൈൻ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് എവിടെയാണോ വന്ന് മുട്ടുന്നത് ആ പൊസിഷനിൽ വെച്ച് എ ബി എ ഓവർടേക്ക് ചെയ്തു അല്ലേ? അപ്പൊ അതാണ് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കിനി മൂന്നാമത്തെ കേസ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ കേസിൽ എയും ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് മൂവ് ചെയ്യുന്നത്. എ നോർത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ബി സൗത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നോർത്തിലേക്ക് പോകുന്ന വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ സൗത്തിലേക്ക് പോകുന്ന വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും അല്ലേ? വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ട്രെയിറ്റ് ലൈൻ റൈറ്റിലേക്ക് ചരിഞ്ഞായിരിക്കും ഇരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എയുടെ വെലോസിറ്റി പോസിറ്റീവ് ആയതുകൊണ്ട് അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് റൈറ്റിലേക്ക് ചെരിഞ്ഞിരിക്കുകയാണ്, ഇൻക്ലൈൻ ടുവേർഡ്സ് റൈറ്റ്. ദെൻ വെലോസിറ്റി നെഗറ്റീവ് ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും ചെരിഞ്ഞിരിക്കുന്നത് അല്ലേ? അതിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിയുടെ വെലോസിറ്റി നെഗറ്റീവ് ആയതുകൊണ്ട് ബിയുടെ ഗ്രാഫ് എന്താണ്? ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞിരിക്കുകയാണ്, ഇൻക്ലൈൻ ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഒരാൾ നോർത്തിലേക്കാണെങ്കിൽ ഒരാൾ സൗത്തിലേക്കായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവാണ്. ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യും. അതാണ് ഈ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന ലൈൻ. അതായത് ഇവർ ഏത് ടൈമിലാണ് മീറ്റ് ചെയ്തതെന്ന് അറിയാൻ ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിൽ നിന്നും നേരെ ടൈം ആക്സിസിലേക്ക് വരച്ചാൽ മതി. അതുപോലെ ഏത് സ്ഥലത്ത് വെച്ചാണ്, ഏത് പൊസിഷനിൽ വെച്ചാണ് ഇവർ ഇന്റർസെക്ട് ചെയ്തത്, ഇവർ മീറ്റ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ഈ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിൽ നിന്നും പൊസിഷൻ ഇവിടെ അല്ലേ എടുത്തിരിക്കുന്നത്, അവിടെ ഇട്ട് വരച്ചാൽ മതി അല്ലേ? അപ്പോൾ ഇതാണ് കേസ്. അതായത് രണ്ട് ഒബ്ജക്റ്റുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു, പൊസിഷൻ ടൈം ഗ്രാഫ്. ഈ പൊസിഷൻ ടൈം ഗ്രാഫുകളും എക്സാമിന് ചോദിക്കാം, റിലേറ്റീവ് വെലോസിറ്റിയുമായി കണക്ട് ചെയ്ത്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിയുമായി കണക്ട് ചെയ്ത് 3 പൊസിഷൻ ടൈം ഗ്രാഫുടെ നമ്മൾ വരച്ചു. രണ്ട് ഒബ്ജക്റ്റുകൾ സെയിം വെലോസിറ്റിയിൽ പോകുന്നു, അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഒബ്ജക്റ്റുകൾ ഡിഫറൻറ്റ് വെലോസിറ്റിയിൽ ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്നു അല്ലേ? അതായത് ഒരാളുടെ വെലോസിറ്റി കൂടുതൽ, ഒരാളുടെ വെലോസിറ്റി കുറവ്. അപ്പം ഒരാൾ മറ്റേയാളെ ഓവർടേക്ക് ചെയ്ത് പാസ് ചെയ്യും, അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. പിന്നീട് നമ്മൾ ലാസ്റ്റ് പഠിച്ചിരിക്കുന്നത് രണ്ട് ഒബ്ജക്റ്റുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു, അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിയുമായി കണക്ട് ചെയ്ത് ഈ 3 പൊസിഷൻ ടൈം ഗ്രാഫുകളും നമ്മൾ പഠിക്കുക. അപ്പോൾ കുറെ അധികം ഗ്രാഫുകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാ ഗ്രാഫുകളും ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, സ്കൂളിന്റെ ഫ്രണ്ടിലൊക്കെ സ്പീഡ് ലിമിറ്റ് കാണിക്കുന്ന ഒരു ബോർഡ് കാണും, 20 km/h എന്നൊക്കെ എഴുതി. എന്തിനു വേണ്ടിയാണ് അവിടെയൊക്കെ സ്പീഡ് ഇങ്ങനെ ലിമിറ്റ് ചെയ്യുന്നത്? കൂടുതൽ സ്പീഡിൽ പോയാൽ എന്ത് സംഭവിക്കും? അതുപോലെ തന്നെ ലോറികളുടെയൊക്കെ ബാക്കിൽ കീപ് ഡിസ്റ്റൻസ് എന്നും അല്ലെങ്കിൽ കീപ് 5 meter ഡിസ്റ്റൻസ് എന്നും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണാം. എന്തിനു വേണ്ടിയാണ് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്? അപ്പം അതിനൊക്കെ കാരണം ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. എന്താണെന്ന് നോക്കാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അതായത് നമ്മളൊരു വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, ഇവിടെ വെച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. പക്ഷെ ഇവിടെ വെച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ നിൽക്കില്ല, അല്പം മുന്നോട്ട് നീങ്ങിയിട്ടേ നിൽക്കൂ. അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത ശേഷം എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഈ വണ്ടി നിൽക്കുന്നത്? ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ബ്രേക്ക് അപ്ലൈ ചെയ്ത ശേഷം എത്ര മാറിയിട്ടാണ് വണ്ടി നിൽക്കുന്നത്? ആ ഡിസ്റ്റൻസിനെയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. വെൻ ബ്രേക്സ് ആർ അപ്ലൈഡ് to a moving vehicle, the distance it travels before stopping is known as stopping distance. അതായത് ഒരു വണ്ടിയിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുന്നതിന് മുമ്പ്, സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? ആ ഡിസ്റ്റൻസിനെയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അതിനുവേണ്ടി ഇക്വേഷൻസ് ഓഫ് മോഷനിലെ മൂന്നാമത്തെ ഇക്വേഷൻ എടുത്തു, v² = u² + 2as. ഇതിൽ വി ഫൈനൽ വെലോസിറ്റി ആണ് അല്ലേ? അതായത് നമ്മൾ വണ്ടി നിന്ന് കഴിയുമ്പോൾ ഫൈനൽ വെലോസിറ്റി എത്ര ആവും? 0 ആവും. ദെൻ v = 0, ഫൈനൽ വെലോസിറ്റി v = 0.
യു ഇനിഷ്യൽ വെലോസിറ്റി ആണ്, എ എന്ന് പറയുന്ന ആക്സിലറേഷൻ ആണ്, എസ് എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലേ. അപ്പോൾ ബ്രേക്ക് പിടിച്ച ശേഷം എത്ര ദൂരം മാറിയിട്ടാണ് ഇത് നിൽക്കുന്നത് എന്നറിയാൻ ഈ എസ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഇക്വേഷനിൽ വി 0 ആണ്. ദെൻ 0² ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നമുക്ക് ഈ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ദെൻ 2as ഈസ് ഈക്വൽ ടു ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ദെൻ മൈനസ് യു സ്ക്വയർ. ദെൻ എസ് ഈസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a. അപ്പൊ ഇതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ ബൈ 2a അല്ലേ. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നെഗറ്റീവ് അല്ല. കാരണം ഇത് ആക്സിലറേഷൻ ഇവിടെ നെഗറ്റീവ് ആണ്. അതായത് എ ആണ് ആക്സിലറേഷൻ. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വെലോസിറ്റി കുറയുകയല്ലേ ചെയ്യുന്നത്. വെലോസിറ്റി കുറഞ്ഞാൽ ആക്സിലറേഷൻ നെഗറ്റീവ്. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഒരു നെഗറ്റീവ് സൈൻ ഇരിക്കുന്നത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടി ബാക്കിലോട്ട് നീങ്ങിയല്ല നിൽക്കുന്നത്, മുന്നോട്ട് തന്നെ മൂവ് ചെയ്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണ്, പക്ഷേ ആക്സിലറേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് സൈൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ യു എന്ന് പറയുന്നത് എന്താണ്, ഇനിഷ്യൽ വെലോസിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് എത്ര വെലോസിറ്റി ഉണ്ട്, അതാണ് യു. അപ്പോൾ ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും യു സ്ക്വയറും പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയറും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും പ്രൊപ്പോർഷണൽ ആണ്. അതായത് നല്ല സ്പീഡിൽ വരുന്ന വണ്ടിയാണ് ബ്രേക്ക് പിടിക്കുന്നതെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. എന്നാൽ പതിയെ വരുന്ന ഒരു വണ്ടിയാണ് ബ്രേക്ക് പിടിക്കുന്നതെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറവായിരിക്കും. ബ്രേക്ക് പിടിച്ച് അല്പം നീങ്ങി വണ്ടി നിൽക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, സ്കൂളിന്റെ ഫ്രണ്ടിൽ എന്തിനാണ് സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിരിക്കുന്നത്? അതായത് സ്കൂൾ സോൺ ആവുമ്പോൾ കുട്ടികൾ റോഡ് അലക്ഷ്യമായിട്ടൊക്കെ ക്രോസ് ചെയ്യാം. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ചിലപ്പോൾ കൊച്ചു കുട്ടികളാണ്, ചിലപ്പോൾ പെട്ടെന്ന് ക്രോസ് ചെയ്യാം, റോഡ് ക്രോസ് ചെയ്യാം. അപ്പോൾ നല്ല സ്പീഡിലാണ് ഒരു വണ്ടി വരുന്നതെങ്കിൽ അതെന്താണ്, ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇനിഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയറിന് പ്രൊപ്പോർഷനാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതുകൊണ്ട് കൂടുതൽ മൂവ് ചെയ്തിട്ട് അത് നിൽക്കുകയുള്ളൂ. എന്നാൽ സാവധാനം വരുന്ന ഒരു വണ്ടിക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന കണ്ട് ബ്രേക്ക് പിടിച്ച് നിർത്താനുള്ള സമയം കിട്ടും. അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് അല്പം മുന്നോട്ട് നീങ്ങി തന്നെ വണ്ടി പെട്ടെന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് സ്കൂൾ സോണിലൊക്കെ നമ്മൾ ഇങ്ങനെ സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് യൂസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ലോറിയുടെ പിന്നാലെ ഒരു കാർ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകണം. അപ്പം ലോറി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു, നമ്മളത് കണ്ടു, നമ്മൾ വണ്ടി ബ്രേക്ക് ചെയ്തു അല്ലേ. പക്ഷേ ബ്രേക്ക് ചെയ്ത് അപ്പോൾ തന്നെ വണ്ടി നിൽക്കില്ല, അല്പം മുന്നോട്ട് നീങ്ങിയേ നിൽക്കൂ. അപ്പോൾ നമ്മൾ ലോറിയുമായി ഒത്തിരി അടുത്തടുത്താണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്തു, പക്ഷെ അല്പം മുന്നോട്ട് നീങ്ങിയല്ലേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ലോറിയെ തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലോറിയുടെയൊക്കെ ബാക്കിൽ 5 മീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ലോറി ബ്രേക്ക് ചെയ്ത് അത് കണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് വണ്ടി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, അല്പം മുന്നോട്ട് നീങ്ങിയല്ലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഇട്ട് മാത്രമേ നമ്മൾ മൂവ് ചെയ്യാവൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നല്ല സ്പീഡിലൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിളിൻ്റെ തൊട്ടു പുറകിൽ ഒരിക്കലും നിങ്ങൾ മൂവ് ചെയ്യാൻ പാടില്ല. കാരണം ഏതെങ്കിലും കാരണവശാൽ ആ വണ്ടി സ്റ്റോപ്പ് ചെയ്താൽ നമ്മളത് കണ്ടിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ തന്നെ വണ്ടി നിൽക്കില്ല, അല്പം മുന്നോട്ട് നീങ്ങിയേ നിൽക്കൂ. അപ്പോൾ അപ്പോഴത്തേക്ക് ചിലപ്പോൾ ഇവിടെ ഒരു കൊളീഷൻ നടന്നു കാണും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരു വാഹനത്തിൻ്റെയും തൊട്ടു പിന്നാലെ നിങ്ങൾ പോകാൻ പാടില്ല. കാരണം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എപ്പോഴും കാണും. ബ്രേക്ക് പിടിച്ച ഉടനെ നമ്മുടെ വണ്ടി നിൽക്കുകയില്ല. അപ്പോൾ അതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്പീഡ് ലിമിറ്റൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് റിലേറ്റീവ് വെലോസിറ്റിയും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസുമാണ്. റിലേറ്റീവ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട 3 പൊസിഷൻ ടൈം ഗ്രാഫ് കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നമ്മുടെ സ്കൂൾ സോണിലുമൊക്കെ സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ പോർഷൻസ് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.